മ്യാൻമറിലുണ്ടായ ഭൂകമ്പത്തിൽ ജീവൻ നഷ്ടമായവർക്ക് അനുശോചനം അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മ്യാൻമറിലെ പട്ടാള ഭരണകൂടത്തിൻ്റെ തലവൻ മിൻ ഓങ് ലേങ്ങിനെ ഫോണിൽ വിളിച്ചാണ് പ്രധാനമന്ത്രി അനുശോചനം അറിയിച്ചത്. അടുത്ത സുഹൃത്ത് എന്ന നിലയിലും അയൽ രാജ്യമെന്ന നിലയിലും ഈ ദുഷ്കര സമയത്ത് മ്യാൻമർ ജനതയ്ക്കൊപ്പം ഇന്ത്യ ഉണ്ടാകുമെന്നും മോദി പറഞ്ഞു. ദേശീയ ദുരന്ത നിവാരണ സേനയോടൊപ്പം ദുരിതാശ്വാസ പ്രവർത്തനത്തിനാവശ്യമായ വസ്തുക്കളും ഇന്ത്യ മ്യാൻമറിലേക്ക് അയച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ ബ്രഹ്മ എന്ന പേരിൽ 15 ടൺ ദുരിതാശ്വാസ വസ്തുക്കൾ ഇതിനോടകം യാങ്കൂൺ വിമാനത്താവളത്തിലെത്തി. ഭൂകമ്പത്തിൽപ്പെട്ട് വലയുന്ന മ്യാൻമർ ജനതയോട് അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചത് എങ്ങനെയാണ്: മ്യാൻമറിലും തായ്ലൻഡിലുമുണ്ടായ ഭൂകമ്പത്തെ തുടർന്നുള്ള സ്ഥിതിഗതികളിൽ ആശങ്കയുണ്ട്. എല്ലാവരുടെയും സുരക്ഷയ്ക്കും ക്ഷേമത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാധ്യമായ എല്ലാ സഹായവും നൽകാൻ ഇന്ത്യ തയ്യാറാണ്. മ്യാൻമറിലെയും തായ്ലൻഡിലെയും സർക്കാരുകളുമായി ബന്ധപ്പെടാൻ വിദേശകാര്യ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, മോദി എക്സിൽ കുറിച്ചു. 1600-ലധികം പേരാണ് മ്യാൻമറിലെ ഭൂകമ്പത്തിൽ ഇതുവരെ മരിച്ചത്. 3400 പേർക്ക് പരിക്കേറ്റു. 7.7 മാഗ്നിറ്റ്യൂഡാണ് റിച്ചർ സ്കെയിലിൽ രേഖപ്പെടുത്തിയത്. ഇന്ത്യ മുതൽ മ്യാൻമറിന് പടിഞ്ഞാറ് ചൈന വരെയും കംബോഡിയ മുതൽ ലാവോസ് വരെയും ഭൂകമ്പം മൂലം കെട്ടിടങ്ങൾക്ക് കുലുക്കമുണ്ടായി. ആഭ്യന്തര കലാപം നടക്കുന്ന മ്യാൻമറിൽ സൈനികരെ അതുമായി ബന്ധപ്പെട്ട് വിന്യസിച്ചത് കാരണം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പ്രതികൂലമായി ബാധിച്ചു. ഇറവാടി പുഴയ്ക്ക് മുകളിലുണ്ടായിരുന്ന 100 വർഷം പഴക്കമുള്ള ആവ ബ്രിഡ്ജ് ഭൂകമ്പത്തിൽ തകർന്ന് വെള്ളത്തിലൊലിച്ചുപോയി.